ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളിന്ന് ഒരു കപ്പ് വെച്ചുള്ള ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഈ ഓഫ് വൈറ്റിൽ ഇങ്ങനെ ഗോൾഡൻ വർക്കുള്ള ഈ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് മീറ്ററിന് 200 രൂപയായിരുന്നു കേട്ടോ. ഇത് മീറ്ററിന് 200 രൂപയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വീതിയൊക്കെ ഉള്ള തുണിയായിരുന്നേ. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് പഫുള്ള, അതായത് കപ്പുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ തുണി ഇവിടെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ആദ്യം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് എടുത്ത് കൊടുക്കാമേ. ഞാനിവിടെ 16 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് 14 ഇഞ്ച് ഇറക്കം വേണം. അതുകൊണ്ട് 16 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് 16 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്കത് അവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 12 ഇഞ്ചാണ് വീതി എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതാ ഞാനിവിടെ 7.5 ഇഞ്ച് ഞാൻ ആദ്യം എടുത്ത് കൊടുത്തു ഷോൾഡറിന്. പിന്നെ ഞാനത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് വേണ്ട, 7 ഇഞ്ച് ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ സ്ലീവ്ലെസ് തയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് 7.5 കൊടുത്തു. പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ 7 ഇഞ്ച്, നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ കൊണ്ട് അത് അളന്ന് കൊടുക്കുക. അതിനുശേഷം 6.5 ഇഞ്ച് ഞാൻ ഇവിടെ കൈക്കുഴി കൊടുക്കുന്നുണ്ട്. ഞാൻ ലെങ്ത് ചെസ്റ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈക്കുഴി നമുക്ക് കർവ് ചെയ്ത് വരയ്ക്കാനായിട്ട് 1.5 ഇഞ്ച് 1.25 ഇഞ്ച് ഞാൻ മുകളിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാമേ. നെക്കിന് ഞാൻ ഇവിടെ 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 വശവും ഒരുമിച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് വെട്ടിയെടുക്കാമേ. ഞാൻ നെക്കിന് ഫ്രണ്ട് നെക്കിന് ഞാൻ 6 ഇഞ്ചാണ് നീളം കൊടുക്കുന്നത്. അവിടെ നിന്ന് 3.5 ഇഞ്ച് വീതി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തെ കോർണറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ട് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലത്തെ നെക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദെൻ അതുപോലെ ഞാൻ ഇവിടെയും ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടും ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോയിൻറ്റും ആ 1/2 ഇഞ്ചിൻ്റെ പോയിൻറ്റുമായിട്ട് ഞാൻ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ വിട്ടിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാട് വൈഡായി പോകും. കഴുത്തിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് അപ്പുറത്തോട്ട് മാറ്റി മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വലിയ ഷേപ്പൊന്നും വരച്ചെടുക്കേണ്ട. കാരണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഒരുപാട് എക്സ്ട്രാ കുറച്ച് തുണി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഷേപ്പ് വരയ്ക്കണ്ട. എന്നിട്ട് ഞാൻ അവിടെ ബാക്ക് പോർഷൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിങ്സ് ചെയ്യാം. ഞാനിവിടെ 10 ഇഞ്ചാണ് കേട്ടോ ബ്രസ്റ്റ് പോയിൻ്റായിട്ട് എടുക്കുന്നത്. ഒരു സ്മോൾ ടു മീഡിയം സൈസൊക്കെ ഇത് തന്നെ ആയിരിക്കും ബ്രസ്റ്റ് പോയിൻ്റ്. നീളം എത്രയാണെന്ന് അളന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ അങ്ങനെ 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഞാനൊരു 3.25 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ആ 3.25 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ ഒരു പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് നീളവും 3.25 ഇഞ്ച് വീതിയും. ഓക്കെ, ഇനി താഴെന്ന് ഞാനൊരു 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഒരു 2.25 ഇഞ്ച്. ആ 2.25 ഇഞ്ചിൻ്റെ അവിടെ ഒരു 3 എന്ന പോയിൻ്റ് കൊണ്ടുവച്ചിട്ട് 3, 2, 1 ഇങ്ങനെ 3 പോയിൻ്റ്, ഒരു ഇഞ്ച് വീതിയിൽ 3 പോയിൻ്റുകൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ആവേശത്തിന് എക്സ്ട്രാ ഒരെണ്ണം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും 3 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ 2ാമത്തെ പോയിൻ്റില്ലേ, ആ 2ാമത്തെ പോയിൻറ്റും ഈ 2ാമത്തെ പോയിൻറ്റും ആദ്യം നമ്മൾ ഒരു 3.25 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുത്തില്ല, അതുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ കറക്റ്റ് 2 3.25 ഇഞ്ച് കിട്ടിയില്ലേ, സെയിം ആയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ അളന്നത്. ഓക്കെ, എന്നിട്ട് അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന ആ പോയിൻറ്റുകളിലോട്ട് നമുക്കിങ്ങനെ വി പോലെ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാമേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് താഴെ ഈ ഷേപ്പ് വരയ്ക്കുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാം. ഷോൾഡർ എത്രയാണോ ഉള്ളത് അതിനെക്കാട്ടി ഒരു ഇഞ്ച് കുറച്ചിട്ട് മതി കേട്ടോ. കാരണം നമ്മൾ തയ്യൽ തുമ്പ് അത്രയും പോകുമല്ലോ. ഇവിടെ എനിക്ക് 11 ഇഞ്ചാണ് ഉള്ളത്. അതിന് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 10 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 5 ഇഞ്ച്. അപ്പോൾ ഞാൻ ഇവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് താഴോട്ട് ഒരു
സ്ട്രെയിറ്റ് ലൈൻ പോലെ വടി പോലെയൊന്നും വരച്ചെടുക്കേണ്ട, ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു ഷേപ്പിൽ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇതാ ഈ മാർക്കിങ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ പോർഷനിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമേ. ഇവിടെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ പോർഷൻ നമുക്ക് വേണ്ടാത്തതാണേ. ബാക്കി നമുക്കിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെയാ നമ്മൾ ആ കൈക്കുഴിയുടെ അവിടെ വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ലൈനിങ്ങിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ. നെക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ക്ലിയറായിട്ട് ശ്രദ്ധിക്കുക, കാരണം നമുക്ക് 2-3 പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് ക്ലിയറായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് തുണി നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു നെക്കാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു നെക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ലൈനിങ്ങിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ ബാക്ക് പോർഷനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ബാക്ക് പോർഷൻ വെച്ച് കൊടുത്തിട്ട് ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും കൂടെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാമേ. ഇനി നമ്മൾ കപ്പും കൂടെ വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ലൈനിങ് കൂടെ കട്ട് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഒരു ലൈനിങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ആ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്തില്ലേ, അതുപോലെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇതുകൂടെ ഇട്ട് ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കൂട്ടി തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം തിരിഞ്ഞും മറിഞ്ഞു പോകാൻ നല്ല വശവും ചീത്തവശവും ഉള്ള തുണിയായതുകൊണ്ട് നല്ല വശവും ചീത്തവശവും തിരിഞ്ഞു പോകാനും മറിഞ്ഞു പോകാനും മാറിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഒന്ന് ക്ലിയറായിട്ട് വേണം കേട്ടോ, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ അവിടെയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലിയറായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഈ സൈഡ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി ലൈനിങ് തുണി ഇച്ചിരി വലുതായി കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3-3.5 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ശേഷം ഞാൻ ഇവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ വീണ്ടും 3 ഇഞ്ച് വീതി ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ 3.5 ഇഞ്ച് ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് മാറ്റിയില്ല, അതായത് 3 ഇഞ്ചിലല്ലേ അത് കട്ട് ചെയ്തെടുത്തത്, അതുകൊണ്ട് ഞാനിവിടെ ബാക്ക് നെക്കിന് 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ബാക്ക് പോർഷൻ നമുക്ക് ഉക്ക് വെക്കാനായിട്ട് ലൈനിങ് തുണി തന്നെ ഇങ്ങനെ 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ഒരു ലൈനിങ്, മൂന്നാമത്തെയാണ് കേട്ടോ, ഇതൊരു 3ാമത്തെ ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫ്രണ്ടിന് കട്ട് ചെയ്തു, ബാക്കിന് കട്ട് ചെയ്തു, അതുപോലെ എക്സ്ട്രാ ഫ്രണ്ട് പോർഷന് ഒരു ലൈനിങ് കൂടെ വേണം കേട്ടോ. കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കപ്പല്ലേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ പ്രിൻസസ് കട്ട് നല്ല തുണിക്കും ലൈനിങ്ങിനും കൂടിയിട്ട് ഒരു തവണ തച്ചെടുക്കുക. അതിനുശേഷം ഈ വേറൊരു സെപ്പറേറ്റ് ലൈനിങ്ങിലാണ് കേട്ടോ നമ്മൾ കപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരു ലൈനിങ്, അതായത് 3ാമത്തെ പീസ് ലൈനിങ്ങും കൂടെ ഞാൻ ഇവിടെ വെട്ടിയെടുക്കുന്നുണ്ടേ. ഓക്കെ, അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അളവിന് വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പരിപാടിയിലോട്ട് പോവാം. ഫ്രണ്ട് പോർഷൻ ഇവിടെ ഞാൻ നല്ല വശമാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വശം തിരിച്ചിട്ടെടുക്കുന്നില്ല, കാരണം നെക്ക് നമ്മൾ ഇപ്പോഴല്ല അടിച്ച് മറിച്ചിട്ടെടുക്കുന്നത്. നമുക്ക് ആ പഫ് വയ്ക്കുന്ന എക്സ്ട്രാ 3ാമത്തെ ഒരു ലൈനിങ് പീസില്ലേ അതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെക്ക് അടിച്ച് മറിച്ചിട്ടെടുക്കുന്നത്. അതുകൊണ്ട് ലൈനിങ്ങിൽ നല്ല വശം വെച്ചിട്ടാണേ നമ്മൾ ഈ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ് തുണിയിൽ നല്ല വശം വെച്ച് ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഈ ഷോൾഡറിൻ്റെ ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാറിപ്പോവാതിരിക്കാൻ. എന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വെച്ചു. എന്നിട്ട് ഇങ്ങനെയും കൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മതി കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന. ഒരുപാട് മാറിപ്പോയാൽ നമുക്ക് അളവുകളിൽ ഒരുപാട് മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് 2 വശവും പ്രിൻസസ് കട്ടിൻ്റെ ഈ വശവും അപ്പുറ വശവും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല വശമാണ് നമ്മൾ ലൈനിങ്ങിൽ, ചീത്ത വശമാണ് ലൈനിങ്ങിൽ ചേർത്തിട്ട് കൊടുത്ത്, നല്ല വശമാണ് പുറത്തോട്ട് കാണുന്നത്. ഓക്കെ, എന്നിട്ട് അതുപോലെ നമ്മളിതാ കട്ട് ചെയ്ത്
ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൂന്നാമത്തെ ലൈനിങ് തുണിയില്ലേ, അതിൽ ആ ബ്രസ്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് കപ്പ് വയ്ക്കാനില്ലേ, അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ നമ്മൾ ലൈനിങ് പിടിപ്പിച്ചെടുത്തില്ലേ, ആ ക്ലോത്തിൽ ബ്രസ്റ്റ് പോയിൻ്റ് 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചോക്കിട്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ തുണിയെ തിരിച്ചിട്ട് മറ്റേ തുണിയിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പതിപ്പിക്കുമ്പോൾ അതിൽ ആ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും കേട്ടോ. കറക്റ്റ് ആ പതിപ്പിക്കുന്ന വീഡിയോയിൽ പോയി, സിൽക്കി സമ്മതിച്ചില്ല, സിൽക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ തുണിയിൽ കറക്റ്റ് ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് കപ്പ് ഇങ്ങനെ തുണി ഇങ്ങനെ കപ്പിൻ്റെ അകത്ത് വരണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ആ മെഷീനിൻ്റെ അകത്ത് ഇങ്ങനെ ആ കപ്പ് കയറ്റിയിട്ട് സിൽക്കി കണ്ടോ, സിൽക്കി എന്തിനാണെന്നറിയാമോ നിൽക്കുന്നത്, ഒന്നുകിൽ മെഷീൻ്റെ പുറത്ത് കയറ്റണം, അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് കയറ്റണം. ഓക്കെ, എന്നിട്ട് ആ സെൻറ്റർ പോർഷൻ അകത്തോട്ട് തള്ളി കയറ്റിയിട്ട് ആ സെൻറ്ററിൽ നിന്ന് താഴത്തോട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 കപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. കപ്പ് സ്റ്റിച്ച് ചെയ്യുന്നില്ലാത്തവർ ആ ഒരു രീതി ഫുള്ളായിട്ട് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഈ ഒരു ലൈനിങ്ങും വേണ്ട, കപ്പും വേണ്ട, ആ ഒരു രീതിയും വേണ്ട. ഓക്കെ, അല്ല അതുവരെ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് നെക്ക് മറിച്ചിട്ട് അടിച്ചെടുക്കാനാണ് നമ്മൾ പോകുന്നത്. അതെനിക്ക് 1-2 തവണ തിരിഞ്ഞു പോയി കേട്ടോ, കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, തിരിച്ചിട്ടടിച്ചപ്പോഴില്ലേ ആ കപ്പിൻ്റെ പോർഷൻ തിരിഞ്ഞു വന്നു. അപ്പം നിങ്ങൾ അതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് നോക്കുക, എന്നിട്ട് തിരിച്ചിട്ട് നോക്കുക കേട്ടോ, കപ്പിൻ്റെ പോർഷൻ കറക്റ്റായിട്ടാണോ വരുന്നത് ഒന്ന് നോക്കുക. ഇല്ലെങ്കിൽ നല്ല വശം തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്കത് ഇങ്ങനെ കറക്റ്റായിട്ട് നെക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം. ഇതാണ് ഗൈസ്, ഇതെനിക്ക് അബദ്ധം പറ്റിയ വീഡിയോ ആണ് കേട്ടോ. ഇതെന്തിനാണ് നിങ്ങളെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ പറ്റാതിരിക്കാനാണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നിൽക്കണം, അത് ആ ടൈമും ഇല്ല. എന്നിട്ട് ഞാൻ എന്തെന്നറിയാമോ, അത് മൊത്തം അഴിച്ചിട്ട് ആദ്യം ഇങ്ങനെ വയ്ക്കുക, ലൈനിങ് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, വിത്ത് കപ്പ് അങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് ഈ നെക്കിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക. അതായത് കപ്പിൻ്റെ വിസിബിളായിട്ടുള്ള ഭാഗം പുറത്ത് കാണണം, അപ്പുറത്ത് വശം കാണണം. അങ്ങനെ ഒന്നുകൂടെ നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ അടിച്ച് തിരിച്ചിട്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ നമ്മൾ 2 മുറിച്ചില്ലേ, അത് ലൈനിങ്ങിൽ നല്ല വശം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ കട്ടുകളിട്ട് തിരിച്ചെടുക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ്, ഇവിടെ എങ്ങും ഒരു പ്രത്യേകതയില്ല. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ കപ്പ് വയ്ക്കുന്ന ഭാഗമാണ് കേട്ടോ. ബിഗിനേഴ്സിന് എന്തായാലും എനിക്ക് പറ്റിയതുപോലെ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ശരി. തിരിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എനിക്കൂടെ പറഞ്ഞു തന്നാൽ എനിക്കൂടെ യൂസ്ഫുൾ ആവേ. ഓക്കെ, എന്തായാലും തയ്ക്കുന്നതല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. ഓക്കെ, എന്നിട്ട് നമുക്ക് പട്ട വെച്ച് അടിച്ചെടുക്കാമേ. ഒരു വശത്ത് ഇങ്ങനെ അകത്തുനിന്ന് പുറത്തോട്ടും അടുത്ത വശത്ത് പുറത്തുനിന്ന് അകത്തോട്ടും വെച്ച് അടിച്ചിട്ടാണ് നമ്മൾ പട്ടയും ഹുക്കും വെക്കാനുള്ള സംഭവം സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരാനായിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമായിരിക്കും. ഇല്ലാത്തവർ ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ അകത്തോട്ട് കയറ്റി നമുക്കവിടെ ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ നമുക്ക് സിബ് വയ്ക്കാം, അല്ലെങ്കിൽ സിബും ഇതും വയ്ക്കാതെ നമുക്ക് അല്ലാതെ അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ ഷേപ്പ് അടിക്കുമ്പോൾ തലവഴി ഇറങ്ങാനുള്ള പാട് വരും. അതുകൊണ്ട് നമുക്ക് ബെറ്റർ സിബ് വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഹുക്ക് വയ്ക്കുന്നതോ ഒക്കെ ആയിരിക്കും നല്ലത്. ഓക്കെ, ഇത് ഞാൻ ഹുക്ക് വയ്ക്കാനുള്ള ഹുക്കിന് മറ്റേ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അതിനെന്താ പറയുക, ഹുക്ക് പിടിച്ചിടുന്നേയില്ലേ, ആ പട്ടയാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തൊരു പട്ട എടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ അകത്തുനിന്ന് പുറത്തോട്ട്, നേരത്തെ ഹുക്കിൻ്റെ ഹോൾ വയ്ക്കാനുള്ളത് പുറത്തുനിന്ന് അകത്തോട്ടായിരുന്നു, അല്ല അത് അകത്തുനിന്ന് പുറത്തോട്ടായിരുന്നു, പുറത്തുനിന്ന് അകത്തോട്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് പുറത്തുനിന്ന് അകത്തോട്ടാണ്, അത് നല്ല വശത്തുനിന്ന് പുറത്തോട്ടാണേ. ഇങ്ങനെ പറയുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആവും, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നെക്ക് തിരിച്ചിട്ട് അടിച്ചെടുക്കുന്ന രീതിയാണേ. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ലൈനിങ് കൂട്ടിയടിക്കാത്ത വശം തിരിച്ച് ഇങ്ങനെ ഇട്ട് നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്ത് അടിച്ചെടുക്കുന്നു. ഇതുപോലെ 2 വശം അടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ നെക്ക് കൂട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു, ബാക്ക് പോർഷനിലാണ് നെക്ക് കൂട്ടി അടിച്ച് കൊടുക്കാത്തത്. അപ്പോൾ ബാക്ക് പോർഷനിൽ ലൈനിങ് ആണ് കേട്ടോ അങ്ങനെ ഫ്രണ്ടിലോട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ്
ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തെടുക്കുക. എന്നിട്ട് കൂട്ടി അടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. ഇനി ഒരു കുട്ടി സ്ലീവ് കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേ. സ്ലീവ് നമുക്ക് ഇഷ്ടമുള്ള സ്ലീവ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ എനിക്ക് ഒട്ടും ടൈം ഇല്ലാത്തതുകൊണ്ട് ഒരു കുട്ടി സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. 5 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ട വീതി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ 8.5 ഇഞ്ചാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാനൊരു എത്രയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, മുകളിൽ നിന്ന് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇൻവേർട്ടഡ് എസ് പോലെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾ സ്ലീവ്സ് സാധാരണ വരയ്ക്കൂലേ, സെയിം അത് തന്നെ സംഭവം, വേറൊരു ഡിഫറൻസും ഇല്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് കൂടെ നമുക്ക് നമ്മൾ നേരത്തെ കൂട്ടിയടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്ലീവിന് ഞാൻ വേറെയാണ് കേട്ടോ ലൈനിങ് ഇട്ടേക്കുന്നത്, മറ്റേ ലൈനിങ് തികഞ്ഞില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി നമുക്കിതിനെ കൂട്ടി അടിച്ചെടുക്കാമേ. ഓക്കെ, ഇതുപോലെ കപ്പൊക്കെ വെച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയതായിട്ട് ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ മടക്കിയാണ് അടിച്ചു കൊടുക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ടൈമില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇതിൽ വിസിബിൾ ആയിട്ടുള്ള ലൈൻ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ അതിൽ വൃത്തികേട് വരില്ല. പക്ഷേ ഇതുപോലെ പാറ്റേൺ ഇല്ലാത്ത, ഡിസൈനൊന്നും ഇല്ലാത്ത ഒറ്റ കളർ പ്ലെയിൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഹെമ്മിങ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് വരുന്നത്. എന്നിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ഷേപ്പിന് ബോഡി അടിച്ചെടുക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. മാല കുറച്ച് പൊട്ടി ഇരിക്കുന്നുണ്ട്. ശരി, ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നേരത്തെ വെച്ച ഇതിൻ്റെ പേര്, ഇങ്ങനെ തുഞ്ചലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നടുക്ക പ്രിൻസസ് കട്ടിൻ്റെ വെട്ട് വരെ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇതാണ് ഫുള്ളായിട്ട് കാണിച്ച് തരുന്നുണ്ട്. അതൊരു ഷോളാണ് കേട്ടോ, പാവാടയും ഷോളും വന്നേക്കുന്നത്. അതൊരു ഷോളാണ്, അതിൽ തന്നെയാണ്. ഇനി ഇതുപോലത്തെ ഒരു ഷോളിനും ഒരു ബ്ലൗസിനും കൂടെ ആ സാരിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആ കൊച്ച് കയറ്റിയ കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതില്ലേ ആ കൊച്ചിനും കൂടെ ആളാവാൻ വേണ്ടിയിട്ട് ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെത് മാത്രം നിങ്ങൾ കണ്ടു പോകണമെങ്കിലോ എന്ന് പറഞ്ഞിട്ടാ. ഇതാണ് നേരത്തെ പറഞ്ഞ ആ സാരിയുടെ ഫുള്ള് ഇത്രയും ആണ്. ആ സാരിക്ക് ഞാൻ എൻ്റെ മുന്താണിയും കളഞ്ഞിട്ടില്ല, അത് ഷോളിൻ്റെ തുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷു ഔട്ട്ഫിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ,